സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ നമുക്ക് ദുആ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഇൻഷാല്ലാ ഞാൻ അത് പറഞ്ഞുതരാം. നമ്മൾ പറയണ ഉസ്താദേ, നമ്മൾ ആമീൻ പറയില്ല. കാരണം എന്താ, ഞാൻ എത്ര ആളുകൊണ്ട് ഈ ദുആ ചെയ്യുന്നതാണ്, ഇതുവരെ എനിക്കൊരു ഫലം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ വിഷയം മരുന്നിനല്ല, കരിച്ച രോഗിക്കാണ് പ്രശ്നം. നമ്മൾ ഇന്നേ വരെ ദുആ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ദുആ ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്, ദുആ ചെയ്യേണ്ട ചില വിധങ്ങളുണ്ട്, ദുആ ചെയ്യാൻ ചില മര്യാദകളുണ്ട്. അള്ളാഹു നമ്മളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറയും, ദുആ സ്വീകരിക്കാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആകെ നമ്മുടെ മുമ്പിലുള്ളത് 1 മണിക്കൂറാണ്. ആകെ ഉള്ളതൊരു 1 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ ദുആകൾ എന്താണ് ദുആ എന്ന് ഖുർആൻ പറയുന്നുണ്ട് 8 ആയത്തുകളിൽ. ദുആ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ദുആ സ്വീകരിക്കപ്പെടാൻ കഴിയാത്ത ചില തടസ്സങ്ങളുണ്ട്, അതെന്താണ്? ദുആ ചെയ്യേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? ദുആ ചെയ്യേണ്ട വിധം ഏതൊക്കെയാണ്? ഈ 4 കാര്യങ്ങൾ പറയണേ. ഈ വിഷയം തന്നെ ഞാൻ അറിഞ്ഞില്ല, മഹബൂബ് കൊടുത്ത വിഷയമാണ്. അതായത് ഇന്ന് രാവിലെ ഞാൻ വിഷയം അറിയുന്നത്, അത് കൊണ്ട് നോക്കി, അൽഹംദുലില്ലാ. ഇപ്പം നോക്കിയപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ സദസ്സിലെ ദുആ സ്വീകരിക്കപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ദുആ സ്വീകരിക്കപ്പെടാനുള്ള 3 കാരണങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യണം. പെയ്താൽ നമ്മൾ ദുആ സ്വീകരിക്കപ്പെടുന്ന സദസ്സിലാണ്. 2, ഇപ്പൊ ദുആ സ്വീകരിക്കപ്പെടാൻ 3 കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് യോജിച്ചിട്ടുണ്ട്. 1, മഴ പെയ്യാനുള്ള സാധ്യതയിൽ ദുആ ചെയ്യണം. 2, ഭയം മനസ്സിലുള്ള സമയത്ത് ദുആ ചെയ്യണം. 1, ഭയമുണ്ട സമയത്ത് ദുആ ചെയ്യുക. 2, 3, ആക്രമിക്കപ്പെട്ടവൻ ദുആ ചെയ്യുക. നമ്മളിപ്പോൾ ആക്രമിക്കപ്പെട്ടവരാണ്, മദ്ലൂമിങ്ങളാണ്. ഈ 3 സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഒരു പ്രശ്നമുണ്ടായാലും അതിനെ നെഗറ്റീവായിട്ട് എടുക്കരുത്, പോസിറ്റീവായിട്ട് എടുക്കും. നമ്മളതിന് കുറച്ച് പോസിറ്റീവ് വശങ്ങളുണ്ടാവും. ആ വശങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നെഗറ്റീവ് തിരിയുമ്പോൾ നമ്മുടെ മനസ്സിന് വിക്ഷുബ്ധത കൂടും. അപ്പോൾ അതുണ്ടാക്കിയവനോട് നമ്മൾ വീണ്ടും വഴക്കുണ്ടാക്കാൻ പോകും. പോസിറ്റീവ് നോക്കിയാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവേ, ഈ സമയത്ത് ഞങ്ങൾ ദുആ ചെയ്താൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാൻ. ഉറക്കെ പറയും. എന്നിട്ട് ഉറക്കൊരു 3 സലാത്തുൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്ത് സല്ലം. ഇനി ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എന്താണ് ദുആയുടെ ആദാബുകൾ? അതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നേടാൻ കഴിയുക? വളരെ ചുരുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ പാവങ്ങളാണ്, സാധുക്കളാണ്. 1000 പ്രയാസങ്ങൾ ഞങ്ങളുടെ നെഞ്ചകത്തിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഞങ്ങൾ ഈ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പറയാനേറെയുണ്ട്, പറയാനൊത്തിരിയുണ്ട്. ദുആയിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത്, ഒരാൾ ദുആ ചെയ്യൽ, ഒരു ദിവസം ദുആ ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിച്ചവനാണ്. ദുആ ചെയ്താലുള്ള 1ാമത്തെ നേട്ടം, അവൻ അന്ന് പടച്ചറപ്പിന്റെ കൽപ്പന അനുസരിച്ചവനാണ്. നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ, പള്ളിയിൽ പോകാൻ പറഞ്ഞതുപോലെ അല്ലാഹു നമ്മളോട് പറഞ്ഞ ഒരു ചുമതലയാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ
രക്ഷിതാവ് പറയുകയാണ്, ഉദൂനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ അസ്തജിബിലക്കും, നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം. നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ എന്ന് അല്ലാഹു നമ്മോട് നിർബന്ധമായി പറഞ്ഞതാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു വിശ്വാസി ദുആ ചെയ്യണമെന്ന് നിർബന്ധമായ കടമയാണ്. ദുആ നമ്മുടെ ആവശ്യമല്ല, ദുആ നമ്മുടെ കണ്ണുനീരല്ല. ഒരു ദിവസം ഒരു സത്യവിശ്വാസി ഒരൊറ്റ പ്രാവശ്യം ദുആ ചെയ്യൂ, അതവന്റെ നിർബന്ധമായ കടമയാണെന്ന് فالدعاء واجب يومي لا بد من القيام به എന്ന് സൂറത്തുൽ ഗാഫിറിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യണേ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യലൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു ദുആ ചെയ്യുന്ന സ്വഭാവം നമുക്ക് നൽകുമാറാകട്ടെ. ഈ 10 മണിക്കുള്ളിൽ ഇതൊക്കെ ജീവിതത്തിലെ നാളത്തെ സ്വഭാവമാകണം. ഇന്ന് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്തോ? ഓരോ ദിവസവും വാജിബുൻ യൗമിയുൻ, ഡെയിലി ചെയ്യേണ്ട നിർബന്ധ കർമ്മമാണ് ദുആ. ഡെയിലി ചെയ്യേണ്ട നിർബന്ധ കർമ്മമാണ് ദുആ. ഇന്ന് ദുആ ചെയ്തവരൊക്കെ ഒന്ന് കൈവക്കി. ചെയ്യാത്തവരുണ്ട്. ദുആ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. പെണ്ണുങ്ങളൊക്കെ ദുആ ചെയ്ത ഇപ്പൊ മലപ്പുറം ജില്ലയിലെ പെണ്ണുങ്ങളൊക്കെ മുഴുവൻ നിസ്കാരപ്പയിലാണ്. കാരണം ഗൾഫിൽ ഇച്ചിരി സാമ്പത്തിക ബാധ്യത തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയാഴ്ച സാരി മേടിക്കാൻ കായ് കിട്ടാത്തോണ്ട് ഇപ്പൊ മിക്കവാറും മാപ്പിളയുടെ ജോലി നന്നാക്കാനുള്ള ദുആ വളരെ ജോറായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് കുറവ് വരുമ്പോഴാണല്ലോ നമ്മൾ ദുആ ചെയ്യുക. ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ട സമയം ഏതാ? ആരെങ്കിലും ഒന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് പറയാവോ? നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കരഞ്ഞ് നിലവിളിച്ച് ദുആ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഹജ്ജിന് പോകുമ്പോഴാണ്? അർദ്ധരാത്രി? ആരെങ്കിലും ഒന്ന് പറയും. നിങ്ങളൊരു ഇപ്പൊ ദുആ പഠിപ്പിക്കാൻ ഒരു മൊയ്ലിയാര് വന്നിരിക്കുന്നു. ദുആ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കരഞ്ഞ് നിലവിളിച്ച് പടച്ചറപ്പിന്റെ മുമ്പിൽ താണുകയാണ് ദുആ ചെയ്യേണ്ട സമയത. പെരുന്നാളിന്റെ അന്നല്ലേ? ഞാൻ പോണതിനിപ്പുറം ഇറച്ചി തീർന്നു പോകല്ലേ അള്ളാഹു എന്ന്. പെരുന്നാളിന്റെ രാവ് കുട്ടി പറഞ്ഞത് കറക്റ്റാണ്. ദുആ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം റമളാൻ 30 പൂർത്തിയായി പെരുന്നാളിന്റെ പിറകണ്ട് പെരുന്നാളിന്റെ തക്ബീർ തുടങ്ങിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രി അന്നത്തെ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അന്ന് മിക്കവാറും നമ്മൾ ആ സമയത്ത് ഇറച്ചിക്കടയുടെ മുമ്പിലുമാണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സാധനം വാങ്ങിക്കാനുള്ള തിരക്കിലുമാണ്. ഈ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയുടെ പ്രത്യേകത, അവസാനത്തെ 10 പാൻറ് ഷർട്ട് ഇഷ്ടപ്പെട്ട നിറവും കളറും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാകും. പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഇശ കഴിഞ്ഞ് വരുമ്പോഴാ പടച്ചോനെ പ്രധാനപ്പെട്ട സാധനം എടുത്തില്ലല്ലോ എന്ന് തോന്നുക. പിന്നെ അത് മേടിക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം 10 മണിക്ക് ശേഷം അടയ്ക്കാത്ത കട നോക്കി അടക്കണ സമയമാണത്. പെണ്ണുങ്ങൾ പറയും എല്ലാം എടുത്ത് പടച്ചോനെ, നൈറ്റി കുത്തിയ ഷാള് കിട്ടിയില്ല എന്നോർത്ത് ബേജാറ് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ദുആ സ്വീകരിക്കുന്ന സമയം. അതാണ് കറക്റ്റ്. എന്താ നിങ്ങളുടെ പേര്? ബ്ലോക്ക് പഞ്ചായത്ത് പറ. നല്ല മെമ്പറിനറിയാം ദുആ ചെയ്യേണ്ട സമയം മെമ്പർ ആകുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് സഹോദരങ്ങളെ സഹോദരിമാര് പഠിച്ചുകൊള്ളുക. ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് നിനക്ക് ദുആ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നിനക്ക് രക്താർബുദമാണെന്ന് തെളിയുമ്പോഴല്ല, 8 കോടിയുടെ ബമ്പറടിച്ചിട്ട് അറിയാതെ ടിക്കറ്റ് കത്തിച്ചു കളഞ്ഞപ്പോഴല്ല. ഏത് സമയത്താണ് നീ ദുആ ചെയ്യേണ്ടത്? നീ നനച്ചിരിക്കാതെ അല്ലാഹു നിനക്ക് വലിയൊരു അനുഗ്രഹം തന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന എന്റെ സഹോദരങ്ങളോടൊരു മിഥ്യാധാരണ തിരുത്തി തരികയാണ് ഞാൻ. രോഗം വരുമ്പോഴല്ല, കടബാധ്യത വരുമ്പോഴല്ല, മക്കളെ വഴിതെറ്റുമ്പോഴല്ല, മനസ്സിന് സങ്കടം വരുമ്പോഴല്ല, നമ്മൾ ഒരിക്കലും നനച്ചിരിക്കാത്തൊരു ഭാഗ്യം അല്ലാഹു നൽകുമ്പോ അന്നത്തെ രാത്രി നീ ഉറങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന്
എന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, അല്ലാഹുവേ 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 അല്ലാഹുവേ, എന്തിനാണ് നീ എനിക്ക് അനുഗ്രഹം തന്നത്? ഞാൻ ഇതിന് യോഗ്യനല്ലല്ലോ അല്ലാഹുവേ. ഞാൻ നിന്നെ ധിക്കരിച്ച് പാപം ചെയ്തവനാണ്, നിന്നെ അറിയാതെ ഞാൻ നടന്നവനാണ്, നിന്നെ തിരിച്ചറിയാത്തവനാണ്. എന്റെ ഇബാദത്ത് കുറവാണ് അല്ലാഹുവേ, എന്റെ ദിക്റ് കുറവാണ് അല്ലാഹുവേ, എന്റെ തസ്ബീഹ് കുറവാണ് അല്ലാഹുവേ, എന്റെ തഹ്ലീൽ കുറവാണ് അല്ലാഹുവേ. ഞാൻ നിന്നെ അനുസരിച്ച് നടന്നിട്ടില്ല, ഞാൻ അത്രയേറെ ദീനിൽ നിട്ടപകർത്തിയവനല്ല. എന്നിട്ടും ഈ കൊടുമ്പാവിക്ക് നീ അനുഗ്രഹം നൽകുമ്പോ അല്ലാഹുവേ എനിക്കിത് പേടിയാകുന്നു. അല്ലാ, എന്താണ് പേടി എന്നറിയുമോ? ഉള്ളതെല്ലാം നീ എനിക്ക് ദുനിയാവിൽ വാരിക്കോരി തന്നിട്ട് നാളെ ആരുമില്ലാത്ത പരലോകത്ത് ഉള്ളതെല്ലാം എനിക്ക് ദുനിയാവിൽ വെച്ച് നിനക്ക് നൽകിയിട്ടുണ്ട്. നിനക്കുള്ളതെല്ലാം ദുനിയാവിൽ ഞാൻ വാരിക്കോരി തന്നിട്ടുണ്ട്. ഇന്ന് നിനക്ക് പരലോകത്തൊന്നുമില്ല. ഇന്ന് എല്ലാം ആവശ്യമുള്ള പരലോകത്ത് നിനക്കൊന്നുമില്ലടാ എന്ന് നീ എന്നോട് പറയുവാനാണോ അല്ലാഹുവേ എന്ന് ചോദിച്ചു. നിനക്ക് ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുമ്പോ ആ സമയത്ത് നീ പാതിരാ സമയത്ത് പടച്ചറപ്പിനോട് കരളുരുകി ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത് കണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനോട് കാര്യമായി പറഞ്ഞുകൊള്ളുക. 1000 വട്ടം ചോദിച്ചാലേ ഒരു വട്ടം അല്ലാഹു നൽകുകയുള്ളൂ. മനുഷ്യനെ പോലെയല്ല, അല്ലാഹുവിനോട് 1000 വട്ടം ചോദിച്ചാലേ ഒരു വട്ടം അല്ലാഹു നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ദുആകൾ നീ കേൾക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ നീ അറിയണേ അല്ലാ. ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ.